അത്തരത്തില് വളരെ സവിശേഷമായ പ്രാധാന്യമുള്ള ഒരു ചടങ്ങെന്ന നിലയിൽ ഈ തൂക്ക വഴിപാടിന് അതിൻ്റെതായ പവിത്രതയുണ്ട്, അതിൻ്റെതായ പരിശുദ്ധിയുണ്ട്. അത് തൂക്ക വഴിപാട്ടുകാരും തൂക്കക്കാരും ഇവിടെ എത്തിയിരിക്കുന്ന നാം ഏവരും ആ പരിശുദ്ധിയും പവിത്രതയും പാലിക്കണം. തൂക്ക വഴിപാടിന്റെ ഭാഗമായി തൂക്ക വഴിപാടിന്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ തൂക്ക ചടങ്ങുകൾ 3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ തൂക്കമില്ല് തൂക്കക്കാരനെയും കൊണ്ട് വരും. തൂക്കമില്ലും തൂക്കക്കാരനും കൂടി വരും. അതിനുശേഷം ആ തൂക്കമില്ല് താഴ്ന്നതിന് ശേഷം രണ്ടാമത് വീണ്ടും വഴിപാട് നേർന്നിരിക്കുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് തൂക്കക്കാരൻ തൂക്കമില്ലിന് വരും. രണ്ടാമത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തൂക്കക്കാരൻ തൂക്കമില്ലിന് വരും. അത് വീണ്ടും താഴ്ന്നതിന് ശേഷം മൂന്നാമത് തൂക്കക്കാരൻ മാത്രമായി മൂന്നാമത് തൂക്കമില്ലിന് വരും. ഈ മൂന്നാമത് തൂക്കമില്ല് വരുന്ന സമയത്താണ് വെറ്റയും വസ്ത്രവും വെച്ചുകൊണ്ട് വസ്ത്രപ്പൊരി എന്ന് പറഞ്ഞു നടക്കുന്നത്. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ റൗണ്ട് ചെന്നതും മാത്രമാണ് ഈ വസ്ത്രം പൊരിക്കുക എന്ന ചടങ്ങ് നടത്തേണ്ടത്. അതിനു മുമ്പ് ഇത് വാരി എറിയരുത്. ആ പൊരിക്കുന്ന വസ്ത്രങ്ങൾ പിടിച്ചെടുക്കാനോ അതിന് അവിടെ അസൗകര്യം ഉണ്ടാക്കാനോ ആരും ശ്രമിക്കരുത്. ആ തൂക്ക ഒരുപാട് നടക്കുന്ന സ്ഥലത്ത് വെച്ച് നാളെ ശ്രദ്ധിക്കുക. ഇത് ലഹരിപ്രസമയുടെ തിരുമുമ്പിൽ നടത്തുന്ന ഒരു ചടങ്ങാണ്. ഇപ്പോൾ തൂക്കവ ചേരുകയാണ്. തൂക്കവച്ച് തൂക്കക്കാരനെയും കൊണ്ടുവരുന്ന ഒന്നാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നാമത്തെ നേർച്ചത്വമാണ് നടക്കുന്നത്. ഒന്നാമത്തെ നേർച്ചത്വത്തിന്റെ ആദ്യത്തെ ഘട്ടം തൂക്കമില്ലിൽ തൂക്കക്കാരനെ ഉയർത്തിയ ആരെങ്കിലുമാണ് ഇപ്പോൾ തൂക്കക്കാരൻ തൂക്കമില്ലിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനിയും ആ തൂക്കമില്ലിൽ താഴ്ത്തിയ ശേഷം കുഞ്ഞിനെയും കൊണ്ട് തൂക്കമില്ലിൽ നിന്നാണ്. ശ്രദ്ധിക്കുക, അമ്മയുടെ തിരുമുമ്പിൽ നടക്കുന്ന ഈ തൂക്ക വഴിപാട് ഉൾപ്പുറത്തമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ്. അമ്മയുടെ തിരുമുമ്പിൽ നടമാറ്റി നിന്നുകൊണ്ട് ഈ തൂക്കം കാണുന്നത്രയും ദോഷം വേറൊന്നുമില്ല. അതുകൊണ്ട് ദോഷം പഠിച്ചു വെക്കാതെ ആ നടമറിഞ്ഞു നിൽക്കുന്ന ആളുകൾ ഈശ്വരങ്ങളിലേക്ക് ഒഴിഞ്ഞു നിൽക്കണം. അതുകൊണ്ട് പാപം പഠിച്ചു വെക്കുന്നത് അമ്മയുടെ തിരുമുമ്പിൽ തൂക്ക വഴിപാടുകളില്ല കൊണ്ട് ആ ശൂന്യം കൊണ്ട് തൂക്കക്കാരൻ വാണിയിലേക്ക് വരുന്ന ആ കാഴ്ചയാണ് അത്ഭുതകരമായ ഈ കാഴ്ച. ഇതാണ് ഈ ഉത്സവം നേർച്ചത്വത്തിന്റെ ഏറ്റവും പ്രധാനമായ ചടങ്ങ്. ഒരുപാട് നേർത്തിരിക്കുന്ന ആ കൊച്ചു കുഞ്ഞിനെ കരങ്ങളിൽ എഴുതി തൂക്കമില്ലിൽ തൂക്കി നിൽക്കുന്ന തൂക്കക്കാരൻ അകാശത്തേക്ക് വരുന്ന ആ തൂക്കക്കാരനെ മാത്രമാണ് ഈ സമയത്ത് വസ്ത്രപ്പൊരിയാവുന്നത്. വസ്ത്രപ്പൊരി നടത്തുന്നത് ഈ സമയത്താണ്. വസ്ത്രപ്പൊരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഇനിയും തൂക്കമില്ലിൽ താഴ്ത്തി തൂക്കക്കാരനെ തൂക്കമില്ലിൽ നിന്ന് മോഹിപ്പിച്ച് വാദ്യമേളങ്ങളുടെ അനുഭവങ്ങളിൽ പോയി തൂക്ക വഴിപാട്ടുകാരും തൂക്കക്കാരും ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുന്നതാണ് അടുത്ത ഘട്ടം. തൂക്ക വഴിപാട്ടുകാരും തൂക്കക്കാരും വാദ്യമേളകളുടെ അനുമതിയോടുകൂടി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുന്ന ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത്. രണ്ടാമത്തെ വളയത്തിലേക്ക് കയറി വിളിച്ചിരിക്കുന്ന ആളുകൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടില്ല. ഇങ്ങനെ സമയം കളയരുത്. വിലപ്പെട്ട സമയം എല്ലാവരും സമയം വിലപ്പെട്ടതാണ്. ആരുടെ സമയം കളയുന്നത്. അതുകൊണ്ട് ഈ അനൗൺസ്മെന്റ് നടക്കുമ്പോൾ ഈ തൂക്ക വഴിപാട്ടുകാരും തൂക്കക്കാരും ബന്ധപ്പെട്ട കലക്കാരും തയ്യാറായി നിൽക്കണം. രണ്ടാമത്തെ തൂക്കത്തിന് അനൗൺസ്മെന്റ് നടത്തിയ 3 തൂക്കക്കാരും ഇതുവരെ ക്ഷേത്രത്തിൽ എത്തിയിട്ടില്ല. ഈ ആവശ്യത്തിൽ കൂടുതൽ സമയം എടുത്ത കഴിഞ്ഞാൽ അത് മറ്റെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. മറ്റ് നടപടികളിലേക്ക് നീങ്ങാൻ അത് നമുക്ക് ആയി മാറും എന്ന് ഓർമ്മിപ്പിക്കുക. ഈ 3 തൂക്കക്കാർ കയറുന്നത് 2 തൂക്കുകാരെ അവിടുന്നുള്ളൂ. 3 തൂക്കം നടത്തുമ്പോൾ 3 പേർ ഒന്നിച്ചകത്ത് കയറണം. ഒന്നിച്ചകത്ത് കയറി നടത്തി ക്ഷേത്രത്തിൽ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. 3 വേണ്ടി ഒത്തി കണ്ടെത്തി ആരുടെയും സമയം കളയരുത്. എല്ലാവരും സമയം വിലപിടിച്ചില്ല. 3 തൂക്കക്കാർ ഒന്നിച്ചകത്തോട് കയറണം. 2 പേര് വന്നതോട് കാര്യമില്ല. ഇതുള്ള ഒന്നാമത്തെ തൂക്കത്തിലെ തൂക്ക വഴിപാട്ടുകാരും തൂക്കക്കാരും വാദ്യമേളങ്ങളുടെ അനുമതിയോടുകൂടി
ഈ ക്ഷേത്രത്തിന് പ്രതിഷ്ഠണം വയ്ക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ആ പ്രതിഷ്ഠണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒന്നാമത്തെ തൂക്കം പൂർത്തിയാകുന്നതാണ്. രണ്ടാമത്തെ തൂക്കത്തിന്റെ പേര് വിളിച്ചിരിക്കുന്നു ശുചികുമാർ ഭാഗം കടന്നു വരുന്നത് സഹകരിക്കപ്പെടുകയാണ്. ഒട്ടുന്ന സമയം കഴിയാതെ നമുക്ക് ആവശ്യമായ മിനിമം സമയം എടുത്തുകൊണ്ട് താമസിപ്പിക്കാൻ ആളുകളിലേക്ക് പറയാതെ അടുത്ത കൂട്ടം ആരംഭിക്കുന്നതിൽ ക്രമീകരണം പൂർത്തീകരിക്കാം. രണ്ടാമത്തെ വളയമായി നടത്താൻ പോകുന്നത്. അതിനുശേഷം ശ്രീകുമാർ ശ്രീധരയെ മല്ലിക കവസ് മല്ലിക, അരുൺ നായർ ആനന്ദഭവനം മല്ലിക കവസ് മല്ലിക അഭിനയം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുള്ളതുകൊണ്ട് ഈ പൂർണ്ണമായി ബന്ധപ്പെട്ട പൂർണ്ണ പരിപാലകരും പൂർണ്ണക്കാരും ബന്ധപ്പെട്ട കരക്കാരും അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്ത് KSRTC ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്ക് തിരികെ പോകുന്നതിനുമുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ആ തോക്കുകളുടെ ഉയർത്തുന്നതിനും കാഴ്ചക്കുന്നതിനും അനുഭവപ്പെടുന്നുണ്ട്. അത് ബന്ധപ്പെട്ട കരക്കാരൻ അതിന് ആത്മാർത്ഥമായി സഹകരിക്കണം. എല്ലാ കരക്കാരും ഈ കേരളത്തിലുള്ള എല്ലാ കരക്കാരും ആ തോക്കുകളിൽ ഉയർത്തുന്നതിനും കാഴ്ചക്കുന്നതിനും വളരെ ഭക്തിയാഗ്രഹപൂർവ്വം നമ്മുടെ ഈ ചടങ്ങ് ഭംഗിയാക്കുന്നതിന് സഹകരിക്കണം. ഒരിക്കൽ കൂടി വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത നാലാമത്തെ വളയത്തോക്കമാണ് നടക്കാൻ പോകുന്നത്. കലേഷ് കുമാർ ആക്കക്കലയ്ക്കൽ ഇടപ്പോൾ കെയറോഫ് പൊങ്കലടി, സുരേഷ് DJ പല്ലിയത്ത് പണിഞ്ഞേറ്റത്തിൽ പൊങ്കലടി കെയറോഫ് പൊങ്കലടി, അജയകുമാർ അംബികാപുരം പുള്ളിക്കണക്കൻ കായംകുളം കെയറോഫ് പല്ലിയ. ഈ തൂക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം അഞ്ചാമത്തെ വളയത്തൂക്കം ബിനു വി നായർ ചെറിയുകാലായിൽ വളശ്ശേരിക്കര കെയറോഫ് ഇടവാലി, ബിനുകുമാർ മുക്കടിയിൽ മങ്ങാരം പന്തളം കെയറോഫ് മല്ലിക, ഷബി സദനം മലയാളപ്പുഴ കെയറോഫ് പാറക്കര. ഈ മൂന്ന് തൂക്കമാണ് അഞ്ചാമത് വളയമായി നടത്തുവാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട തൂക്കം
കിഷോർ കുമാർ ചന്ദ്രനിവാസ് അരിപ്പാട്, സുനിൽ ഭവനം പെരുമ്പുളിക്കൽ, ചന്ദ്രൻപിള്ള ഇലവിനാൽ മണ്ണടി എന്നീ വടക്കോട്ടുകൾ കരയണ കേരളത്തിൽ തൂക്കം വഴിപാട് മുഖ്യനുള്ള കിഷോർ കുമാർ ചന്ദ്രനിവാസ് അരിപ്പാട്, സുനിൽ ഭവനം പെരുമ്പുളിക്കൽ, ചന്ദ്രൻപിള്ള ഇലവിനാൽ വഴി 51ാമത്തെ വളയം തൂക്കത്തിന്റെ തൂക്കക്കാരൻ മനോജ് പാലവട പുത്തൻപേട് ഈ അനൗൺസ്മെന്റ് പോയിന്റ് എത്തിച്ചേർന്നതാണ്.